പരാതിയായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനൊരു പരാതിയായിട്ട് ഞാൻ ഷാഫി പറമ്പിൽ MLA ആയിരുന്ന അന്ന് കൊടുത്തിട്ടില്ല. പരാതിയായിട്ട് കൊടുത്തതിനൊന്നും നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പരാതിയായിട്ട് കൊടുക്കാത്തത്. അപ്പം അത് ഞാൻ മെസ്സേജ് അയച്ചു പറഞ്ഞ കാര്യങ്ങളാണത്. പിന്നെ കോൺഗ്രസിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ അണികളായിട്ടുണ്ട്, നേതാക്കന്മാരിലുമുണ്ട്. പക്ഷെ ഒരിക്കലും സ്റ്റേറ്റ് നേതാക്കന്മാർ ആരെങ്കിലും അറിഞ്ഞിട്ടാണ് എന്നെ അവിടുന്ന് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന ഒരു തോന്നലേ എനിക്കില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോഴിക്കോടിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കാവിൽ പി മാധവനാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും എന്നോടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുള്ള VR സുധീഷിന്റെ ഒറ്റ സുഹൃത്താണ് ശ്രീ കാവിൽ പി മാധവൻ. അപ്പൊ ഞാൻ അതിൽ നിലനിൽക്കുമ്പോൾ തന്നെ പരസ്യമായിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന സാഹചര്യങ്ങൾ വരെ എനിക്ക് അതിനകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളൊരു പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പരാതി പറയാനുള്ള ഒരു സംവിധാനം നമ്മൾ അത് ചെയ്യാറില്ല. പക്ഷെ ആ ഒരു വ്യക്തിവൈരാഗ്യം അദ്ദേഹം തീർത്തതാണ്. അത് ചില നേതാക്കന്മാരുണ്ട് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മുതിർന്ന നേതാക്കന്മാരാരും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തീരുമാനമെടുത്ത ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. നേതൃത്വം ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു തുറന്നുപറച്ചിലിന് പിന്നാലെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? CR മഹേഷ് അടക്കം ഇല്ല ഒരിക്കലും ഞാൻ ആ സ്റ്റേറ്റ് ഗ്രൂപ്പിലുണ്ട്. ഞാൻ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ CR മഹേഷ് MLA അടക്കമുള്ള ഞങ്ങളുടെ ചെയർമാൻ അടക്കമുള്ള ഗ്രൂപ്പിൽ ഞാനുണ്ട്. എന്നോട് എന്തിനു പറഞ്ഞു എന്ന് പോലും ആരും ഇതുവരെ എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നവും കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറെ കമന്റ്സും എഴുത്തുകളും ഒക്കെ ഉണ്ട്. അതുണ്ട്. നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല? ഇല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. എന്തിന് ഷഹനാസ് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്തിന് ഒരു ഭാരവാഹിയായിരിക്കും ഇങ്ങനെ എഴുതി, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും ഉണ്ടായിട്ടില്ല.